ഹായ്, നമസ്തേ ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശവാസനം. നമുക്കറിയാം, ശവാസനം എന്നത് നമ്മൾ പേര് കേൾക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ആസനമാണെന്ന് പലരും ചിന്തിച്ചു പോയേക്കാം. പക്ഷേ അതിൻ്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ അതിൻ്റെ അധികം ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഏറ്റവും പെർഫോം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ആസനങ്ങളിൽ ഒന്നാണ് ശവാസനം. ഓക്കെ, ശവാസനം എന്നാൽ നമ്മൾ മാറ്റിലേക്ക് മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നതിന് ശേഷം നമ്മുടെ ഓരോ ബോഡി പാർട്സിനെയും നമ്മൾ വളരെ റിലാക്സ് ആക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവനും നമ്മൾ മാറ്റിലേക്ക് കൊടുക്കുക. ഒരു ശവം കണക്കെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ വിശ്രമിക്കുക. അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ അവയർനെസ്സിനെ കൊണ്ടുവരിക. അതനുസരിച്ച് ബോഡി ഒരു റിജുവിനേഷൻ്റെ ഒരു അടുത്ത തലങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസത്തെ യോഗ പ്രാക്ടീസ് ആരംഭിക്കുന്നത് ശവാസനത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഒരു ദിവസത്തെ യോഗ പ്രാക്ടീസ് അവസാനിക്കുന്നതും ശവാസനത്തിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ശവാസനത്തിൻ്റെ പ്രാക്ടീസിങ്ങിലൂടെ നമ്മുടെ ശരീരം വളരെയധികം എനർജറ്റിക് ആവുകയും നമുക്ക് യോഗനിദ്ര പോലെയുള്ള ഉയർന്ന തലത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്യുവാനായിട്ടും ശവാസനം നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ശവാസനം ചെയ്യേണ്ടത് നമ്മൾ മാറ്റിൽ മലർന്ന് കിടക്കുക. നമ്മൾ കൈകളും കാലുകളും കാണുന്നത് പോലെ നമ്മൾ വിടർത്തി വളരെ ഒരു വിശ്രമാവസ്ഥയിലേക്ക് വരിക. ശേഷം ബ്രീത്തിൽ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ ബ്രീത്തിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും ശ്രദ്ധിക്കുക. ഓരോ ഭാഗങ്ങളും 1 by 1 ആയിട്ട് നമ്മൾ റിലാക്സ് ചെയ്തുകൊണ്ട് ആ ഒരു റിലാക്സേഷൻ നമ്മൾ എൻജോയ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ബോഡിയെ വീണ്ടും എനർജറ്റിക് ആക്കുക. അങ്ങനെയാണ് നമ്മൾ ശവാസനം പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു ഓൾ.